നമസ്കാരം. പെൺചാവേറുകൾ പാകിസ്ഥാനെ തീഗോളമാക്കി മാറ്റി. ഒരു സ്ഫോടനം നടക്കുന്നു, അതിൽ പൊട്ടിത്തെറിക്കുന്നത് ഒരു 21കാരി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ പാക് സൈന്യവും വിഘടനവാദ സംഘടനയായിട്ടുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവർ തമ്മിലുള്ള സംഘർഷം കൂടുതൽ ഓരോ നാൾ കഴിയും തോറും രൂക്ഷമാകുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ മാത്രം സുരക്ഷാ സേന 177 പേരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അംഗങ്ങളാണ് എന്ന് തന്നെയാണ് പാക് സൈന്യം വ്യക്തമാക്കുന്നത്. വിഘടനവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കഴിഞ്ഞ ആഴ്ച ഈ സേനാ കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടെ 12 സർക്കാർ സ്ഥാപനങ്ങൾ ലക്ഷ്യമാക്കി നടന്ന ചാവേർ ആക്രമണങ്ങളിൽ 17 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണങ്ങളിൽ 2 വനിതാ ചാവേറുകൾ അടക്കം പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക് സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടി അവിടെ ആരംഭിച്ചത്. ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ബലൂചിസ്ഥാൻ മേഖല എന്ന് പറയപ്പെടുന്ന മുൻവർഷങ്ങളിലും കലാപങ്ങളുടെ കേന്ദ്രമായിരുന്നു. കഴിഞ്ഞ വർഷം ഭീകരർ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി 300 യാത്രക്കാരെ ബന്ദികളാക്കിയ സംഭവവും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിലെ സൈനിക നടപടിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഈ ശനിയാഴ്ച മുതൽ ബലൂചിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കം പൂർണ്ണമായിട്ടും റദ്ദാക്കിയിരുന്നു. ഈ വർഷം ജനുവരിയിൽ മാത്രം പാക് സൈന്യവും BLAയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഏകദേശം 386 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 238 ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അംഗങ്ങളാണ്. 106 സുരക്ഷാ സേനാംഗങ്ങളും 42 സാധാരണക്കാരും ഇതിനായി കൊല്ലപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ മാസം തന്നെ ഏകദേശം 341 മരണങ്ങളാണ് അവിടെ നിന്ന് രേഖപ്പെടുത്തിയത്. 2025 ഇതുവരെ 2116 BLA അംഗങ്ങൾ, 1229 പാക് സുരക്ഷാ സേനാംഗങ്ങൾ, 655 സാധാരണക്കാർ എന്നിവരടക്കം ആകെ 4001 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഓരോ ദിവസവും ഇങ്ങനെ രക്തരൂക്ഷിതമാകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇപ്പൊ തന്നെ അവിടെ നിന്ന് നമുക്കറിയാം, ബലൂചിസ്ഥാനിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ISIയുടെ ഓഫീസിലേക്ക് ഓടിച്ചു കയറ്റി പൊട്ടിത്തെറിക്കപ്പെടുന്ന അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് മരണത്തെ പുൽകുന്ന 21കാരിയുള്ള നാടായി മാറി. നാവികസേനാ താവളത്തിന് നേരെ ആക്രമണം നടത്തി ചാവേറായത് ഒരു അധ്യാപികയാണ് അവിടെ. അവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളടക്കം തീവ്രവാദത്തിലേക്ക് മാറുന്നു എന്നുള്ളതിന്റെ സൂചനകൾ. ബലൂചിസ്ഥാൻ പെൺ ചാവേറുകൾ പാകിസ്ഥാനെ വിറപ്പിക്കുകയാണ്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോകുന്ന ഒരിടമായി പാകിസ്ഥാൻ മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മതത്തിന്റെ പേരിലുണ്ടായ പാകിസ്ഥാൻ എന്ന രാജ്യത്ത് മതനിയമങ്ങൾ അനുസരിച്ച് സ്ത്രീകളെന്നും 2ാം കിട പൗരന്മാരാണ് എന്നുള്ളത്. വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും തുല്യതയ്ക്കും വേണ്ടിയിട്ട് പാക് യുവതികൾ ഇന്നും പൊരുതുകയാണ് അവിടെ. നമുക്കറിയാലോ മലാല യൂസഫ്സായിയെ കുറിച്ച്. ആ മലാല യൂസഫ്സായിയൊക്കെ നേരിട്ട അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതേ പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ സ്ത്രീകളെ ഭയക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പ്രധാന ആയുധം എന്ന് പറയപ്പെടുന്നത് ചാവേറാട്ട് എത്തപ്പെടുന്ന സ്ത്രീകളാണ്. അതും അഭ്യസ്തവിദ്യരായവർ വലിയ തോതിൽ തീവ്രവാദത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. അതായത് സ്ത്രീകളെ 2ാം കിട പൗരന്മാരായിട്ട് മാറ്റുന്ന ഒരു രാജ്യത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണിത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ ഹിറോഫ് എന്ന് പറയപ്പെടുന്നത്. 2026 ജനുവരി 31 ഇതിന്റെ 2ാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചത് പോലും. ഇതിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. സത്യത്തിൽ ബലൂചിസ്ഥാനിലെ 14 നഗരങ്ങളിലായിട്ട് 48 ഇടങ്ങളിൽ ഒരേ സമയം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയപ്പെടുന്ന BLA ആക്രമണം നടത്തുകയാണ്. കൊറ്റ്വ, നുഷ്കി, മസ്തുങ്ക്, ഗദ്വാർ, പസ്നി, ടർബത്ത്, ലാസ്ബല, കില സൈഫുള്ള തുടങ്ങിയ പ്രമുഖ നഗരങ്ങളെല്ലാം തന്നെ ഈ ഓപ്പറേഷന്റെ പരിധിയിൽ വന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ, ISI ആസ്ഥാനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, ബാങ്കുകൾ, സർക്കാർ ഓഫീസുകൾ, ജയിലുകൾ എന്നിവയൊക്കെ പ്രധാന ലക്ഷ്യകേന്ദ്രങ്ങളാക്കി മാറ്റിയവർ. ഈ ഓപ്പറേഷനുകളിലൊക്കെ പങ്കെടുത്തത് വനിതാ ചാവേറുകൾ ആയിരുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇവരിൽ തന്നെയുള്ള 2 വനിതാ ചാവേറുകളുടെ ചിത്രങ്ങളടക്കം ബലൂചിസ്ഥാൻ സൈന്യം പുറത്തുവിടുകയും ചെയ്തു. ആക്രമണത്തിൽ 17 പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 50ഓളം പേരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തുന്ന മുമ്പ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സർക്കാരിനെ പരിഹസിക്കുന്ന ഒരു വീഡിയോ കൂടി പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാൻ സർക്കാർ നമ്മുടെ അടിച്ചമർത്തപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും മേൽ മാത്രമേ അവരുടെ അധികാരം കാണിക്കുന്നുള്ളൂ,
അവർക്ക് നമ്മളെ നേരിട്ട് നേരിടുവാൻ കഴിയുകയില്ല, അത് അവരുടെ കഴിവിനപ്പുറമാണ് എന്ന് വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് അപഹസിക്കുന്ന വീഡിയോ ഈ BLA-ക്കാർ മുന്നോട്ട് വച്ചിരുന്നു പാകിസ്ഥാനെതിരെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആക്രമണ പരമ്പരകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പങ്കെടുത്ത വനിതാ ചാവേറുകളിൽ പ്രധാനിയായിട്ടുള്ള ആസിഫ മെങ്കൽ. ഈ ആസിഫ മെങ്കൽ 2002 ഒക്ടോബർ 2 ബലൂചിസ്ഥാനിലെ നുഷ്കി ജില്ലയിലുള്ള ഖില്ലി ഖാസിയാബാദിലാണ് ജനിച്ചതും. നുഷ്കി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇസ്മായിലിന്റെ മകളാണ്. ഇവർ തന്റെ 21ാം ജന്മദിനമായിട്ടുള്ള 2023 ഒക്ടോബർ 2 ആസിഫ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായിട്ടുള്ള മജീദ് ബ്രിഗേഡിൽ ചേർന്നത്. 2024 ജനുവരിയിലാണ് ഒരു ഫിദായി, അതായത് ഒരു ചാവേറായി മാറുന്നതിനാണ് ഫിദായി എന്ന് പറയപ്പെടുന്നത്. ആ ഒരു ചാവേറാകാൻ വേണ്ടിയിട്ട് ഇവർ സ്വയം സന്നദ്ധയാണ് എന്ന് പറഞ്ഞ് സംഘടന അവകാശപ്പെടുന്നു. ഇവർ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ജീവിതം ഇപ്പോൾ അവസാനിപ്പിച്ചു കളഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ 2026 ജനുവരി 31 നുഷ്കിയിലുള്ള പാകിസ്ഥാൻ ചാര സംഘടനയുള്ള ISIയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ആസിഫ മെങ്കായി ജീവൻ വെടിഞ്ഞു എന്നുള്ളതാണ്. ഇവരതിനകത്ത് പങ്കെടുത്തു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുന്നു. ഇവർ ഈ അതീവ സുരക്ഷാ മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു. മജീദ് ബ്രിഗേഡിലെ 3ാമത്തെ വനിതാ ചാവേറായിട്ടുള്ള ആസിഫ മെങ്കൽ മരണപ്പെടുന്നത്, പൊട്ടിത്തെറിക്കപ്പെടുന്നത്. ബലൂചിസ്ഥാനിലെ സായുധ പോരാട്ടത്തിൽ യുവാക്കളും അഭ്യസ്ത വിദ്യരായിട്ടുള്ള സ്ത്രീകളും ചാവേറുകളായി മാറുന്നതിന്റെ പുതിയ ഉദാഹരണമായാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ആസിഫ മെങ്കലിന്റെ പങ്കാളിത്തത്തെ വിലയിരുത്തപ്പെടുന്നതും അത്തരത്തിലാണ്. അതുപോലെയാണ് ഹാവ ബലൂച്ചും. ഇവർ ഒരു അധ്യാപികയായിരുന്നു. ആ സംഘടനയ്ക്കുള്ളിൽ ഇവർ ദ്രോഷും എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹാവ ബലോച്ച് ബലൂചിസ്ഥാനിലെ സമുദ്രതീര നഗരമായിട്ടുള്ള ഗ്വാദർ സ്വദേശിനിയായിരുന്നു ഇവർ. വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇവർ വരുന്നത്. 2026 ജനുവരി 31 നടന്ന ആക്രമണ പരമ്പരയിൽ ഗ്വാദറിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള പാകിസ്ഥാൻ നാവികസേന താവളത്തിന് നേരെയായിരുന്നു ഹാവ ആക്രമണം നടത്തിയത്. മജീദ് ബ്രിഗേഡിലെ 4ാമത്തെ വനിതാ ചാവേറാണ് BLA ഇവരെ വിശേഷിപ്പിച്ചത്. ഗ്വാദർ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള ചൈനീസ് പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്കെതിരെയുള്ള പ്രതീകാത്മകമായ ആക്രമണമായിട്ടാണ് ഇതിനെ ആ സംഘടന ചിത്രീകരിക്കുന്നത്. ബലൂചിസ്ഥാൻ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഹാവ ചാവേർ ദൗത്യത്തിന് മുൻപ് റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ തന്നെ നിലപാടുകൾ വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ബലൂചിസ്ഥാന്റെ സായുധ പോരാട്ടത്തിൽ വനിതാ ചാവേറുകളുടെ കടന്നുവരവ് ഞെട്ടിക്കുന്നതാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ബാലോച്ച് സമൂഹത്തിൽ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നവരാണ്. അവർ യുദ്ധമുഖത്ത് സ്വയം ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ മനഃശാസ്ത്രപരമായിട്ടുള്ള തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഞങ്ങളുടെ സ്ത്രീകൾ പോലും മരണത്തിന് തയ്യാറാകുന്നുവെങ്കിൽ പിന്നോട്ട് പോകാനില്ല എന്ന സന്ദേശമാണ് ഇത് യുവാക്കൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. BLAയുടെ ചാവേർ വിഭാഗമായിട്ടുള്ള മജീദ് ബ്രിഗേഡ് ഇപ്പോൾ സ്ത്രീകളെ മുൻനിർത്തി ഹൈ പ്രൊഫൈൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഗ്വാദർ തുറമുഖം, ചൈനീസ് ഉദ്യോഗസ്ഥർ, ISI കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ആക്രമിക്കുവാൻ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു എന്നത് സംഘടനയുടെ തന്ത്രപരമായിട്ടുള്ള വിജയമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. സായുധ പോരാട്ടത്തിന് പുറമെ ഡോക്ടർ മാഹറങ് ബലോച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനപരമായിട്ടുള്ള സ്ത്രീ മുന്നേറ്റങ്ങളും സൈന്യത്തിന് തലവേദനയാവുകയാണ്. ഒരു വശത്ത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളും മറുവശത്ത് തീവ്രമായ ചാവേർ ആക്രമണങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ സർക്കാർ എന്ന് പറയപ്പെടുന്നത്. പരമ്പരാഗതമായിട്ട് സ്ത്രീകളെ സുരക്ഷാ പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കുകയോ കുറഞ്ഞ പരിശോധനകൾക്ക് വിധേയമാക്കുകയോ ചെയ്യുന്ന രീതി പാകിസ്ഥാൻ സൈന്യം പിന്തുടരുകയാണ്. എന്നാൽ വനിതാ ചാവേറുകൾ, ആ വനിതാ ചാവേറുകൾക്ക് ശേഷം സ്ത്രീകളെ സംശയ നിഴലിൽ നിർത്താൻ സൈന്യം നിർബന്ധിതരായിരിക്കുന്നു. ഇത് സാധാരണക്കാരായിട്ടുള്ള ബലൂച്ച് സ്ത്രീകൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഗോത്രവർഗ പോരാളികളായിരുന്നു ഈ BLAയുടെ കരുത്തെങ്കിൽ ഇപ്പോൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, പറയാൻ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ അധ്യാപകരായിട്ടുള്ള ഷാരി ബലോച്ച് ആണെങ്കിലും വിദ്യാർത്ഥിയായിട്ടുള്ള ആസിഫ മെങ്കലുമൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളാണ് ചാവേറുകളായി മാറുന്നത് പാകിസ്ഥാനിൽ, ബലൂചിസ്ഥാന് വേണ്ടി. ഇത് പ്രസ്ഥാനത്തിനൊരു ഭൗതിക പരിവേഷം നൽകുകയും ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ ചൈന കൊള്ളയടിക്കുന്നു എന്നാണ് BLAയുടെ പ്രധാന ആരോപണം. അതിനാൽ അവർ ചൈനീസ് എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നു. ഷാരി ബലോച്ച് നടത്തിയ കറാച്ചി സർവകലാശാല ആക്രമണം ചൈനീസ് അധ്യാപകരെ ലക്ഷ്യമിട്ടായിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ കാരണം പാകിസ്ഥാനിലെ ചൈനീസ് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ചൈന സ്വന്തം സുരക്ഷാ സേനയെ വിന്യസിക്കണമെന്ന് ബീജിംഗ് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അങ്ങനെ
ഏത് വിധത്തിലാണോ ഒരു രാജ്യത്തെ സംരക്ഷിക്കപ്പെടേണ്ടത് ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയപ്പെടുന്ന സംവിധാനം ഒരുക്കിയെടുക്കുന്നതിന് മറ്റൊരു രാജ്യം പാകിസ്ഥാനിൽ നിന്ന് പൊട്ടിമുളക്കട്ടെ, അങ്ങനെ പൊട്ടിമുളപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ നടത്തുന്ന വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാന്റെ ഹൃദയഭേദകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാന്റെ നെഞ്ചു പുലർത്തുന്ന കാഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ പാകിസ്ഥാനെ തച്ചുടയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പെൺചാവേറുകൾ തീവ്രവാദത്തിലേക്ക് എത്തപ്പെടുകയും ഒപ്പം തന്നെ പാകിസ്ഥാനെ തീഗോളമാക്കി മാറ്റുന്ന തരത്തിലുള്ള സ്ഫോടന പരമ്പരകൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യുമ്പോൾ 21 പോലും പൊട്ടിത്തെറിച്ച് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് മലർന്നു വീഴുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനെ തള്ളിക്കളയുവാൻ ബലൂചിസ്ഥാനെ പോലുള്ളവർ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലുള്ളവർ തയ്യാറെടുക്കുന്നതിനുള്ള സൂചനയാണ്. ബലൂചിസ്ഥാൻ വിപ്ലവകാരികൾ എന്ന് പറയപ്പെടുന്നത് പാക് സേനയ്ക്കെതിരെ വളരെ കൃത്യമായിട്ട് യുദ്ധമുറകളിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയപ്പെടുന്ന സംഘടന ബലൂചിസ്ഥാൻ വാദം ഉന്നയിക്കുമ്പോൾ അവരുടെ കണക്കുകൾ കൃത്യമാണ്. പുറത്തിറങ്ങാൻ പോലും, അതായത് നമുക്കറിയാം പാകിസ്ഥാനി സ്ത്രീകളെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ന് ആയി മാറുന്ന തീവ്രവാദ സ്വഭാവമുള്ള സ്ത്രീകളായി മാറുന്ന തരത്തിലേക്ക് സ്ത്രീകളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കാരണക്കാരാകുന്നത് പാകിസ്ഥാനികളാണ്, പാകിസ്ഥാൻ സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഇനിയും സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കി തീഗോളങ്ങൾ സൃഷ്ടിച്ച് പൊട്ടിത്തെറിച്ചിട്ടാണേലും ബലൂചിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുവാനുള്ള തത്രപ്പാടിലാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല.